ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിവ്യ മോഹൻ. ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടവും ഗുണകരവുമായ ക്രാൻബെറി കൊണ്ടുള്ള അച്ചാറാണ്. ഞാനിന്ന് 3 കപ്പ് ക്രാൻബെറിയാണ് ഉപയോഗിക്കുന്നത്. അച്ചാറിടാനുള്ള സ്പൈസസും മറ്റ് ഇൻഗ്രീഡിയൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. മീഡിയം വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, മീഡിയം വലിപ്പത്തിലുള്ള ഒരു വെളുത്തുള്ളി, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, റെഗുലർ മുളക് പൊടി 1 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില, ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, വിനീഗർ 1/4 കപ്പ്, വെള്ളം ഏതാണ്ട് 3/4 കപ്പ്. ആദ്യം ഞാൻ ഇഞ്ചിയെ തൊലി മാറ്റി വൃത്തിയാക്കി എടുക്കുന്നു. ഇതിനായി ഒരു കത്തിയോ പീലറോ ഉപയോഗിക്കാം. ഇനി ഞാൻ വെളുത്തുള്ളി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതിനി കത്തി കൊണ്ടോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തോ അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാവുന്നതാണ്. സ്കിൻ കളഞ്ഞതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇഞ്ചി ഞാൻ കൊത്തി അരിയാൻ പോവുകയാണ്. ഇഞ്ചി നുറുക്കി കഴിഞ്ഞു. ഇനി ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരിയുകയാണ്. വെളുത്തുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൃത്തിയാക്കിയ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിടുന്നു. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കറിവേപ്പില ഇടുന്നു. കൊത്തി നുറുക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, ഞാനിതിനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുകയാണ്. ഇതധികം മൂക്കേണ്ട ആവശ്യമില്ല.
ഇനി ഞാൻ ഫ്ലെയിം അല്പം കുറയ്ക്കുകയാണ്. നേരത്തെ കാണിച്ച സ്പൈസസ് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി. ഇതിനെല്ലാം എണ്ണയിൽ നന്നായി വഴറ്റുക. മുളക് പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. ഇതിപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 1/4 കപ്പ് വിനീഗർ ഇതിലേക്ക് ഒഴിക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇത് നന്നായി തിളയ്ക്കാനായി ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ 3 സ്പൂൺ ഹിമാലയൻ സോൾട്ട് ആഡ് ചെയ്യുകയാണ്. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ചേർക്കുക. ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്യുകയാണ്. പിക്കിളിൻ്റെ മസാല ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ക്രാൻബെറി ചേർക്കാൻ പോവുകയാണ്. ക്രാൻബെറികൾ ഓരോന്നായി ഇപ്പോൾ പൊട്ടിത്തുടങ്ങും. ക്രാൻബെറികൾ ഒരുവിധം പൊട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. നല്ല കളർഫുള്ളായ ഇൻസ്റ്റൻറ്റ് ക്രാൻബെറി പിക്കിൾ റെഡിയാണ്. തണുത്ത് കഴിയുമ്പോൾ ഒരു ജാറിലോട്ടോ സെർവിങ് പ്ലേറ്റിലോട്ടോ മാറ്റുക. നിങ്ങൾക്ക് ഈ പിക്കിൾ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.